പകൽക്കാലം വളരെ പ്രതീക്ഷയോടെ ദിവസങ്ങളിലായിരിക്കാം. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ലെങ്കിലും യൂത്ത് മീറ്റിംഗ് ഉണ്ടല്ലോ, ഒരു വേദഭാഗം നിങ്ങളുമായി വായിച്ച് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചിട്ട് വേഗത്തിലിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. യാക്കോബിൻ്റെ ലേഖനം 4-ാം ബുക്ക് ഓഫ് എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 8. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. മതി. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനമാണ്. പ്രത്യേകിച്ച് ചിതറിപ്പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി താൻ എഴുതിയ ഒരു ലേഖനമാണ്. അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം 12 ഗോത്രത്തിൽപ്പെട്ട ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. വായിച്ചേ. മതി. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. അപ്പോൾ ചിതറിപ്പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അപ്പോസ്തലൻ എഴുതുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. ഒത്തിരി മുഖവരകൾ ഞാൻ പറയുന്നില്ല, എങ്കിലും അതിൻ്റെ 1-2 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ സ്തോത്രം ക്രിസ്ത്യാനികൾ ദൈവമക്കൾ അഭിമുഖീകരിക്കുന്ന പരിശോധനകളെക്കുറിച്ചും ആണ് 1-2 അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ദൈവ പൈതൽ ആ ദൈവികമായ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നാവിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ നിയന്ത്രണം ഏർപ്പെടേണ്ട പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതിലൊന്നാണ് യാക്കോബ് പറയുന്നത്, എന്ത്? നാവിൻ്റെ കൺട്രോൾ അല്ലേ. കാരണം കർത്താവ്, എനിക്ക് തോന്നുന്നു അപ്പോസ്തലൻ തന്നെ അറിയാം, ഏറ്റവും കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനം ഇതാ. ഏതാ? നാവ്. നാവിൻ്റെ കൺട്രോൾ കിട്ടിയാൽ നമ്മൾ ജയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നാവുണ്ടാക്കുന്ന അനർത്ഥം, വിനാശം, അത് അപ്പോസ്തലൻ തന്നെ അത് പറയുന്നുണ്ട്. അങ്ങനെ നാവും ചെറിയ അവയവമെങ്കിലും, ചെറിയ അല്ലേ, എല്ലില്ലാത്തൊരു അവയവം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. സ്തോത്രം അല്ലേ. അപ്പോൾ അതിൻ്റെ കുഴപ്പമെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, 3-ാം അധ്യായത്തിൽ ദൈവപൈതൽ തൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചും ഞാൻ വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ അവിടെ ജഡീക പ്രവൃത്തികളും അതിനോടുള്ള ശാസനയുമാണ് 4-ാം അധ്യായത്തിൽ. എന്നിട്ട് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും പാപത്തിൽ ജീവിക്കുന്നവർക്കുള്ള 7 ന്യായവിധിയെക്കുറിച്ചാണ് 5-ാം അധ്യായത്തിൽ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ 5 അധ്യായങ്ങൾ ഉൾക്കൊണ്ട ഒരു ചെറിയ ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. ഓക്കെ കുഞ്ഞുങ്ങൾ, ഓക്കെ. അപ്പോൾ 5 അധ്യായം. ഇതിൽ 4-ാം അധ്യായത്തിൽ ഒരു ശാസനയോട് കൂടിയ ഒരു കൽപ്പനയാണ് കർത്താവ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പന 8-ാം വാക്യം എന്താ? ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ അല്ലേ. മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ പറ്റുമോ? മനുഷ്യന് ദൈവത്തോട് അടുക്കാൻ പറ്റുമോ? മനുഷ്യൻ്റെ സ്വയബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ നേർച്ചകൾ കൊണ്ടോ നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടൊന്നും ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. ദൈവത്തോട് അടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ദൈവമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്, നമ്മുടെ വിചാരങ്ങൾക്കപ്പുറമാണ്. 1 തീമോഥെയോസിൻ്റെ ലേഖനം 6:16 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യനാരും കാണാത്തവനുമാണ് ദൈവം. അപ്പൊ ദൈവത്തോട് അടുക്കാൻ പറ്റുമോ? ദൈവത്തെ കാണാൻ പറ്റുമോ? ദൈവത്തോട് അടുക്കാൻ പറ്റുമോ? ദൈവത്തെ കാണാൻ പറ്റുമോ? ഇവിടെ തിമോഥെയോസ് പൗലോസ് ലേഖനം എഴുതി പറഞ്ഞിരിക്കുകയാണ്, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യൻ ആരും കാണാത്തവനുമാണ് ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പഴയ നിയമ പ്രമാണമനുസരിച്ച് വിശുദ്ധനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പോകാനേ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് മനുഷ്യന് അടുക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്തോത്രം, അഥവാ ആരെങ്കിലും വരണമെങ്കിൽ അതിന് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയോടുകൂടി മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയോടോ ദൈവത്തോടോ ഒരുവൻ അടുക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ ഉദാഹരണമാണ് സ്തോത്രം നമുക്ക് പഴയ നിയമത്തിൽ മോശയുടെയും ഒക്കെ അനുഭവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിൽ എപ്പോഴും
ഒറ്റ പ്രമാണമായിരുന്നത്, അടുക്കരുത്, ഇങ്ങോട്ട് അടുത്തു വരരുത്. ഇതായിരുന്നു പഴയ നിയമത്തിൻ്റെ പ്രമാണം. നമുക്ക് സ്തോത്രം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അവൻ പറയാ, നീ ഇങ്ങോട്ട് അടുക്കരുത്. അപ്പൊ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയോട് പറയുക, നീ ഇങ്ങോട്ട് അടുക്കരുത്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം അതിന്റെ 3-ാം വാക്യവും അതിന്റെ 22-ലും പറഞ്ഞിരിക്കുന്നു, നീ ഇങ്ങോട്ട് അടുത്തു വരരുത്, അടുക്കരുത്. അപ്പോൾ എപ്പോഴും പഴയ നിയമത്തിൽ നമുക്ക് സ്തോത്രം ദൈവസന്നിധിയിൽ മാത്രമല്ല, ദൈവം ഇറങ്ങുന്ന പർവ്വതത്തിൽ പോലും ആർക്കും തൊടുവാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഈവൻ മൃഗജാലങ്ങൾ പോലും ഈ പർവ്വതത്തിൻ്റെ അരികിലേക്ക് വരാൻ പാടില്ല, അല്ലേ? പുറപ്പാട് പുസ്തകം 19-ന്റെ 12-ാം വാക്യം വായിച്ചേ. 19-ന്റെ 12. ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണമെന്ന്. കണ്ടോ? അപ്പൊ ദൈവം ഇറങ്ങിയ പർവ്വതത്തിന്റെ അടിവാരത്തിൽ പോലും മനുഷ്യനാകട്ടെ മൃഗങ്ങളാകട്ടെ ഒന്നും അടുക്കാൻ പാടില്ല, അല്ലേ? അപ്പോൾ ദൈവത്തെ കണ്ടാൽ അഥവാ ദൈവത്തെ കണ്ടാൽ മനുഷ്യൻ മരിച്ചു പോകും എന്ന ഭയമാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാ പല സന്ദർഭങ്ങളിലും സ്തോത്രം ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ, അയ്യോ ഞാൻ ദൈവത്തെ കണ്ടല്ലോ എന്ന് പറഞ്ഞ ഭയമുണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ദൈവം വെളിപ്പെടുന്ന സ്ഥലം പോലും വിശുദ്ധമായിട്ടാണ് അവിടെ കരുതുന്നത്. അപ്പോൾ അവിടെ പോലും ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അരികിലെ ഇവിടെ എന്നാൽ അതായിരുന്നു പഴയ നിയമ പ്രമാണം. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തോട് എന്ത് ചെയ്യാനാ? അടുത്തു വരുവീൻ. എങ്ങനെയാ ദൈവത്തോട് അടുക്കാൻ കഴിയുന്നത്? എപ്രകാരമാണ് ദൈവത്തോട് അടുക്കുവാൻ സാധിച്ചത്? സ്തോത്രം. അതാണ് എബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ എന്തുകൊണ്ട് യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കാൻ കഴിയുമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, അല്ലേ? സ്തോത്രം. അപ്പോ യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കാൻ കഴിയും. അതിന് കാരണമുണ്ട്. നമ്മൾക്ക് ദൈവത്തോട് അടുക്കാൻ ഒറ്റ മുഖാന്തരമാണ്, അത് യേശുക്രിസ്തു മാത്രം. അതാ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയും, ദൈവത്തെ കാണാൻ കഴിയുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ യേശു ആ ദൈവത്തെ നമുക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി തന്നു. യോഹന്നാൻ 1:18 വാക്യം വായിച്ചേ. യേശുവിൽ കൂടെ പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു, അല്ലേ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ. കണ്ടോ? ആരും കണ്ടിട്ടില്ല. പക്ഷേ ഇനി പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? അപ്പോ പുത്രനായ യേശുക്രിസ്തു നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യനായ പിതാവായ ദൈവത്തെ ആര് വെളിപ്പെടുത്തി? പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്ന ഒന്ന്. അപ്പം ദൈവത്തോട് അടുക്കാൻ കഴിയുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. ആ യേശുക്രിസ്തു മുഖാന്തരം എങ്ങനെ അദൃശ്യനായ ദൈവത്തെ നമുക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി തന്നു. രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. ദൈവത്തിന് അന്യപ്പെട്ട് കിടന്ന, ദൈവത്തെ കാണുവാൻ കഴിയാത്ത, ദൈവത്തോട് അടുത്തു വരാൻ കഴിയാത്ത നമ്മെ ആ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ചു എന്ന കൊലോസ്യ ലേഖനം 1:20 പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കൊലോസ്യ ലേഖനം 1:20. സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ യേശുക്രിസ്തുവിൽ കൂടെ പാപികളായ ദൈവത്തെ കാണാൻ കഴിയാത്ത, അടുക്കാൻ കഴിയാത്ത നമ്മെ യേശുക്രിസ്തു മുഖാന്തരം ദൈവമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ദൈവത്തെ കാണാൻ അടുത്ത വഴിയാണ്
യേശുക്രിസ്തു മുഖാന്തരം നമ്മെ നിരപ്പിച്ചു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, സ്തോത്രം, യേശുക്രിസ്തു മുഖാന്തരം പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ളതായ ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അന്ന് ദൈവം ഇറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിൽ മനുഷ്യന് ഇറങ്ങാൻ ധൈര്യമില്ല, ചെല്ലുവാൻ ധൈര്യമില്ല. കാരണം ഭയമാ. കണ്ടുപോയാൽ, അഥവാ അബദ്ധത്തിൽ കണ്ടുപോയാൽ അവൻ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ ഭയം യേശുക്രിസ്തു മുഖാന്തരം മാറ്റി തന്നു എന്നാണ്, സ്തോത്രം, എഫേസ്യ ലേഖനം 2:16 വാക്യത്തിൽ പറഞ്ഞു. എഫേസ്യ ലേഖനം 2:16. ശത്രുത്വം പറഞ്ഞു. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവിടെ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ടായിരുന്നൊരു ഭാഗമില്ലേ ഇവിടെ? പ്രവേശനമുണ്ട്. അതാ വാക്യം. അപ്പോൾ ദൈവമായ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം പിതാവിനെങ്കിലേക്ക് ആർക്ക് എന്തുണ്ട്? ഇപ്പം നമുക്ക് പ്രവേശനം ലഭിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമുക്ക് ദൈവത്തെ കാണാനും ദൈവത്തോട് അടുക്കുവാനും കഴിയുന്നത്. അത് കർത്താവായ യേശുക്രിസ്തു. ഇനി ആർക്കാണ്? ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്തു വരണം. ഇതൊരു ആഹ്വാനമാണ്, ദൈവത്തോട് അടുത്തു വരണം. ആർക്കാണ് ദൈവത്തോട് അടുക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ എപ്രകാരമാണ് ഒരുവന് ദൈവത്തോട് അടുക്കാൻ കഴിയുന്നത്? ഈ പുതിയ നിയമത്തിൽ ചിന്തിച്ചേ, ദൈവത്തോട് അടുക്കാൻ എങ്ങനെ കഴിയുന്നത്? ഹൗ വി ക്യാൻ ഡ്രോ നിയർ ടു ദ ഗോഡ്? ഹൗ? എങ്ങനെ ദൈവത്തോട് അടുക്കാൻ കഴിയുന്നേ? പ്രാർത്ഥന, സംശയിക്കേണ്ട, പ്രാർത്ഥന ഒരു മുഖാന്തരമാണ്. വചനധ്യാനം ഒരു മുഖാന്തരമാണ്. കാരണം ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. സോ അങ്ങനെ ദൈവത്തോട് നമുക്ക് അടുക്കാൻ കഴിയും. ആഴമേറിയ സമർപ്പണ ജീവിതത്തിലൂടെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയും. ആത്മീക കൂടിവരവുകൾ, കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതിലൂടെ ദൈവത്തോട് അടുക്കാൻ കഴിയും. അതിനൊക്കെ മാത്രമല്ല, ദൈവത്തോട് ഒരുവൻ അടുക്കണമെങ്കിൽ പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ചിലതൊക്കെ ചവർ എന്ന് എണ്ണണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെത്താൻ ത്യജിക്കണം. മറ്റൊരു വിധത്തിൽ യേശു എന്ന് പറഞ്ഞതുപോലെ ക്രൂശെടുത്ത് അനുഗമിക്കണം. ഇതൊക്കെ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുവാനുള്ള മുഖാന്തരങ്ങളാണ്. സ്തോത്രം. അപ്പോൾ ഈ കാര്യം മനസ്സിലിരിക്കട്ടെ. എങ്ങനെയാണ് യേശു? ഇനി ഒരു ഭാഗം കൂടെ ചിന്തിച്ചിട്ട് ഞാൻ നിർത്താം. എന്താണ് നമ്മൾ കർത്താവിനോട് അടുത്താൽ നമുക്ക് ലഭിക്കുന്നത്? അപ്പോൾ അടുക്കുവാനുള്ള വഴി നമ്മൾ ചിന്തിച്ചു. സ്തോത്രം, എപ്രകാരമാണ് അടുക്കാൻ കഴിയുമെന്ന് അറിഞ്ഞു. അടുക്കാനുള്ള വഴി നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്തെ കാര്യം, ഇനി ദൈവത്തോട് ഒരുവൻ അടുത്താൽ എന്താ നമുക്ക് ലഭിക്കുന്നത്? ഞാൻ ഒരുവൻ്റെ അരികിലേക്ക് പോയാൽ എനിക്ക് എന്തെങ്കിലും ലഭിക്കണം, അല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ നമ്മൾ അടുത്തു കഴിഞ്ഞാൽ, ദൈവത്തോട് നമ്മൾ അടുത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ലഭിക്കുമെന്ന് തിരുവചനത്തിൽ നമുക്ക് പല ഭാഗങ്ങളിലായി കാണാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, വെൻ വി ഡ്രോ നിയർ ടു ഗോഡ് വി എക്സ്പീരിയൻസ് ഹിസ് പ്രസൻസ്. ദൈവത്തോട് അടുത്തു വരുന്നവർക്കാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. ഇഫ് യു ആർ ഫാർ അവേ, ദൈവത്തിന് അന്യപ്പെട്ട് നിൽക്കുന്ന ഒരുവന് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല, അല്ലേ? ഒരുവൻ്റെ ദൈവ സാന്നിധ്യം അവർ തിരിച്ചറിയും. ദൈവത്തോടടുത്ത് നാം വായിച്ച വേദഭാഗത്ത് ഇങ്ങനെയാണ്, നാം അവനോട് അടുത്ത് ചെന്നാൽ, അടുത്ത ക്ലോസ് ചെയ്തിരിക്കണേ, അവൻ നിങ്ങളോട് അടുത്ത് വരും. സോ നമ്മൾ ദൈവത്തോട് അടുത്താൽ ഒന്നാമത്തെ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനുഷ്യകുലം എന്നേക്കുമായി അകന്നു പോയിരുന്നേ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതാ. അകൃത്യം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി എന്ന് യെശയ്യാപ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം നമ്മെ ദൈവത്തോട് നിരപ്പിക്കുകയും അടുത്തു വരുവാനുള്ള സാവകാശം, വഴി അവൻ തെളിച്ചിട്ടു. നൗ ഇനി ബോൾ നിങ്ങളുടെ കയ്യിലാണ്. ദൈവത്തോട് അടുക്കാനുള്ള വഴി കർത്താവ് ഒരുക്കി. എന്നാൽ ഇനി അടുത്തു വരേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ അടുത്തു വന്നാൽ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് ആ ദൈവികമായ സാന്നിധ്യം. ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് ആ കർത്താവ് നമ്മോട് അടുത്തു വരും. ദൈവത്തോട് അടുത്ത് വന്നാൽ ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയും. ഒന്നാമത്തെ കാര്യം, we can experience his presence. Number 2, രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചാൽ, when we near to God there is a cleansing and transformation. യഥാർത്ഥമായ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തോട് അടുക്കുമ്പോഴാണ്.
സ്തോത്രം. ശ്രദ്ധിച്ച് നോക്കിയാൽ യാക്കോബിന്റെ ലേഖനത്തിൽ അവിടെ തന്നെ പറയുന്നുണ്ട്, ദൈവത്തോട് അടുക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. നമ്മൾ ദൈവത്തോട് അടുക്കുന്നവരെ രൂപാന്തരപ്പെടുത്തും. അവൻ്റെ പാപത്തെക്കുറിച്ച് ആ ദൈവ സാന്നിധ്യം ബോധം വരുത്തും. ആ ബോധം വരുമ്പോഴാണ് രൂപാന്തരം ഉണ്ടാകുന്നത്. ആര് ദൈവത്തിൻ്റെ അരികിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അവരെയൊക്കെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്, ലോകം അതാണ് പഠിപ്പിക്കുന്നത്. ആരൊക്കെ ദൈവത്തോട് അടുക്കാൻ താല്പര്യപ്പെട്ടോ അവരെയൊക്കെ രൂപാന്തരപ്പെടുത്തിയ ദൈവം. ആമേൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് മദ്യപന്മാരെ സ്തോത്രം രൂപാന്തരപ്പെടുത്തിയ ദൈവം, നരഭോജികളെ രൂപാന്തരപ്പെടുത്തിയ ദൈവം, കൊലയാളികളെ രൂപാന്തരപ്പെടുത്തിയ ദൈവം. ഈ രൂപാന്തരം എങ്ങനെയാ സംഭവിക്കുന്നത്? when we draw near to the God, ദൈവത്തോട് അടുക്കുമ്പോൾ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ദൈവത്തോട് അടുക്കുന്നവരുടെ പാപങ്ങളെ കഴുകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് കാണാൻ കഴിയുന്നു. സ്തോത്രം. സക്കായിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചവനവൻ. അകത്തൊരാഗ്രഹം വന്നുള്ളൂ, എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചവനാ. പക്ഷേ ആ ആഗ്രഹം സ്തോത്രം കർത്താവ് ചെന്നപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചവൻ്റെ അരികിലേക്ക് ആര് ചെന്നു? യേശു ചെന്നു. സ്തോത്രം. ദൈവത്തോട് അടുക്കുമ്പോൾ അവൻ ദൈവം നിങ്ങളോട് അടുത്ത് വരും. സക്കായി ആഗ്രഹിച്ചു യേശുവിനെ ഒന്ന് കാണാൻ, അവനോടൊന്ന് അടുക്കാൻ. അങ്ങനെ ആഗ്രഹം ദൂരത്ത് നിന്ന് അവന്റെ ഡിവൈൻ പവറിൽ തിരിച്ചറിഞ്ഞ യേശു എന്ത് ചെയ്തു? അവന്റെ അരികിലേക്ക് അങ്ങ് ചെല്ലുക. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഉറപ്പിക്കട്ടെ, ഹൃദയത്തിനകത്തൊരു വാഞ്ചയുണ്ടെങ്കിൽ നിങ്ങളുടെ അരികിൽ ഇറങ്ങി വരും ദൈവമാ. സ്തോത്രം. ആ വാഞ്ച അകത്തുണ്ടെങ്കിൽ നിങ്ങൾ മുറിക്കകത്തിരുന്നാലും കഥകടച്ചിരുന്നാലും അതിനകത്തും ആ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അത് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് ചെന്ന സഖായിക്ക് വന്ന രൂപം. ഹല്ലേലൂയ. അപ്പോൾ മാത്രമല്ല, God help us to turn away from sin. ദൈവത്തോട് അടുത്ത് വരുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപ വഴിയിൽ നിന്നും നമ്മെ മാറ്റിവിടുന്നത് ഈ ദൈവത്തോട് അടുത്ത് വരുമ്പോഴാണ്. സ്തോത്രം. പാപത്തെ ജയിക്കാൻ കഴിയുന്നത് ഇതാണ്. ആൻഡ് ഓൾസോ ഗോഡ് ഷേപ്സ് അവർ തോട്ട്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡിസൈർസ്. ദൈവത്തോട് അടുത്ത് വന്നാൽ നമ്മുടെ മനോഭാവങ്ങൾ മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നറിയോ? ദൈവത്തോട് അടുത്ത് വരുമ്പോൾ. ദൈവത്തോട് സ്തോത്രം. അതിൻ്റെ അർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാത്തത്. ദൈവത്തിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് അല്ലേ നമ്മുടെ ചിന്തകൾ മാറാത്തത്. ഇവിടെ കർത്താവ് പറയുക, സ്തോത്രം, ദൈവത്തോട് അടുത്തു വരുന്നവന്റെ മനോഭാവത്തെയും ചിന്തകളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He is the God who can transform your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ. അപ്പോൾ ദൈവത്തോട് അടുത്ത് വന്നേ യു ക്യാൻ എക്സ്പീരിയൻസ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്ന കാര്യം അനുഭവിച്ചറിയാം, നിങ്ങളുടെ സ്വഭാവം മാറുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാം. പറ്റുന്നുണ്ടോ? സ്വഭാവം മാറിയിട്ടുണ്ടോ? പണ്ട് ദേഷ്യപ്പെടുമായിരുന്നു, ഇപ്പൊ ദേഷ്യപ്പെടുന്നുണ്ടോ? പണ്ട് എന്തുവാ നമ്മുടെ പറയുന്നില്ല, മൂക്കിൻ്റെ അറ്റത്ത് എന്തോ അങ്ങനെ ഒരു പറച്ചിലില്ലേ, മൂക്കിൻ്റെ അറ്റത്താ ദേഷ്യം ഇരിക്കുന്നേ അല്ലേ? സ്തോത്രം. ഇപ്പോഴോ വ്യത്യാസം വല്ലതും വന്നിട്ടുണ്ടോന്ന ചോദ്യം. സ്തോത്രം. യേശുവിനോട് അടുത്ത് വന്നാൽ മതി, ഇത് തന്നെ അങ്ങ് മാറും. ഹല്ലേലൂയ. അപ്പോ ഈ ദേഷ്യമൊക്കെ മാറും. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ ദൈവത്തിന്റെ അരികിലേക്ക് വരണം. അരികിലേക്ക് വന്നാൽ നമ്മുടെ ചിന്തകൾ മാറും, മനോഭാവം മാറും, ആറ്റിറ്റ്യൂഡ് മാറും. We need to come draw near to the God. അകന്ന് നിൽക്കുന്നിടത്തോളം കാലം പിന്നെ ഈ ദേഷ്യവും വരും, കോപവും വരും, ക്ഷമയില്ല. ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം ദൈവത്തോട് അടുക്കാത്തതാ. ഇന്ന് പകൽക്കാലം പണ്ടത്തെ കോപം വിട്ടില്ലെങ്കിൽ ഓർത്തോ, സ്റ്റിൽ there is നിങ്ങൾ ഇന്നും അടുക്കാനുണ്ടെന്നാ. പണ്ടത്തെ സ്വഭാവം മാറിയില്ലെങ്കിൽ ഇപ്പോഴും അടുക്കാനുണ്ടെന്നാ. അടുക്കേണ്ടതുപോലെ അടുത്താൽ രൂപാന്തരപ്പെടുത്തുക. See, God who can transform and cleanse our sin. ഹല്ലേലൂയ. മാത്രമല്ല, സ്തോത്രം, God can make our heart clean and focused. നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, we will know exactly there is a God. ഇന്ന് ഒത്തിരി പേർക്ക് ദൈവം ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ വാസ്തവത്തിൽ ദൈവം ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? ഹലോ, എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ?
അല്ലേ? പ്രതിസന്ധി അല്ല, ഞാൻ നോർമൽ ലൈഫിൽ നിൽക്കുമ്പോൾ പോലും ഈ ദൈവം ഇതൊക്കെ കറക്റ്റ്, ഞാൻ എൻ്റെ വിശ്വാസമൊക്കെ കറക്റ്റ് ആണോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലേ? സ്വാഭാവികം ചിന്തിച്ചു പോവും. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ദൈവത്തോട് അടുത്ത് വന്നാലുണ്ടല്ലോ, ഒരു കാര്യം ഉറപ്പാ, സ്തോത്രം, നമുക്കറിയാം ദൈവം ഉണ്ടെന്ന്. അതറിയണമെങ്കിൽ ദൈവത്തോട് അടുത്ത് വരണം. സ്തോത്രം. എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 1:11 ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. കണ്ടോ? അപ്പൊ ഇത് തിരിച്ചറിയുന്ന എപ്പോഴാ? അപ്പൊ ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ജീവിതത്തിൽ ഒരു ഡൗട്ട്, വാസ്തവത്തിൽ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ ദൈവം ലിറ്ററലി ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ഉരുവിക്കുമ്പോൾ ഈ വാക്യത്തിലേക്ക് വരണം. ദൈവത്തിന്റെ അരികിൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് അറിയും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇതൊരു ദൈവമുണ്ടെന്ന്, ഈ കാര്യം ദൈവമുണ്ടെന്ന് പുസ്തകം വായിച്ചാൽ കിട്ടുന്നൊരു അറിവല്ല, കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ദൈവം ഉണ്ടെന്ന് അറിയുന്നത് യഥാർത്ഥമായ അനുഭവങ്ങളിൽ കൂടെയാണ്. ആമേൻ. യഥാർത്ഥമായി ജീവിതത്തിൻ്റെ ഏതെങ്കിലും അനുഭവങ്ങളിൽ നമുക്ക് ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആമേൻ. ഇതിനകത്തേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയേ, ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ ലിറ്ററലി ദൈവം ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടേണ്ട അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. എനിക്കറിയാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും, അന്ന് എനിക്ക് മനസ്സിലായി ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയ ഏതെങ്കിലും മേഖലകളിൽ ഇറ്റ്സ് എ ലിറ്ററലി യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് റിവീൽ there is a God. ജീവിതത്തിൻ്റെ അനുഭവം ജീവനുള്ള ദൈവം ഉണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. ആമേൻ. ജീവിതത്തിൽ ഹല്ലേലൂയ. കാരണം ദൈവം ഉണ്ടെന്ന് നമ്മെ മനസ്സിലാക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. അതാ ബോധ്യം തരുന്നത്. അനുഭവമുണ്ടെങ്കിൽ അതുണ്ടാകണമെങ്കിൽ ദൈവത്തോട് അടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ദൈവത്തോട് അടുത്ത് വന്നാൽ നമ്മുടെ ആകുലതകളും സംശയവും പരിഭവങ്ങളെല്ലാം നീരും. എന്തെങ്കിലുമൊക്കെ പരിഭവം ഉണ്ടെങ്കിൽ അതെല്ലാം തീരുവാനുള്ള സ്ഥലമെന്ന് പറയുന്നത് ദൈവത്തോട് അടുത്ത് വരുമ്പോഴാണ്. സ്തോത്രം. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരാണ് ആസാഫ്. 73 സങ്കീർത്തനത്തിൻ്റെ 28 വാക്യത്തിലേക്ക് വായിച്ചാൽ ആ സങ്കീർത്തനം അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 73 സങ്കീർത്തനം 28. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് മതി. ഈ എന്തുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞെന്നറിയാമോ? ഇവിടെ പുള്ളി പറയാ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. സ്തോത്രം. ആസാഫിനോട് ചേർന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഹലോ, ഉറങ്ങുന്നവരെ ഒന്ന് എഴുന്നേറ്റേ, ഉറക്കം എഴുതുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ ഒന്ന് പറഞ്ഞേ, പുള്ളിയോട് ചേർന്നൊന്ന് പറഞ്ഞേ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. വായ തുറന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്നവർ ഉറങ്ങുവാണെങ്കിൽ തട്ടി കൊടുത്തിട്ട് പറ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത് സഹോദരൻ എന്ന് പറ. നല്ലത് ദൈവത്തോട് അടുത്തിരിക്കുന്നത്. എന്താണ് ആസാഫ് അങ്ങനെ പറയാൻ കാരണം? ആസാഫിനെ കുറിച്ച് പറയാനുള്ള കാരണമുണ്ട്. ഈ 73 സങ്കീർത്തനം ഈ മനുഷ്യൻ്റെ ആശങ്കകളും തെറ്റിദ്ധാരണകളും സംശയവും നിരാശയും എല്ലാ അനുഭവങ്ങളും പറയുന്ന ഒരു സങ്കീർത്തനമായത്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞ, തൻ്റെ ഹൃദയത്തിനകത്തുള്ള മനോഭാവം കൊണ്ടും തെറ്റിദ്ധാരണകൾ കൊണ്ടും നിരാശകൾ കൊണ്ടും ആകെ കുഴഞ്ഞ ഒരു മനുഷ്യനാ ഈ ആസാഫ്. അവസാനം കുഴഞ്ഞ് ആ ചിന്താഗതികളും വിചാരങ്ങളും എല്ലാം ആകെ തകിടം മറിഞ്ഞ അവസാനം താൻ ഒരു കാര്യം ചെയ്തു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ അരികിൽ ചെന്നപ്പോൾ അന്നേരമാണ് കാര്യങ്ങൾ നേരെയായത്. ആ നേരെയായ സമയത്ത് താൻ പറയുന്ന വാക്യ ഇപ്പോൾ ആകാ പറയാണ്, എന്താ? ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അപ്പം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ രീതിയോടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് എന്തുണ്ടായത്? ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നം മുഴുവനും ഉണ്ടായത്. ആസാഫ് പറയാൻ, ഞാൻ ദൈവത്തോട് ഇത്രയും ആകുലതകളും വ്യാകുലതകളും തെറ്റിദ്ധാരണകളും ചിന്തകളും എല്ലാം കയറി വന്ന ആകെ പുള്ളി കുഴഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ദൈവത്തോട്
അടുത്തിരിക്കുന്നത് നല്ലത്. അപ്പോ മറുസൈഡ് ചിന്തിച്ചേ, അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഇത്രയും പ്രശ്നത്തിന് കാരണം എന്തായിരുന്നു? അകന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തോട് അകന്നിരിക്കുന്നത് കൊണ്ടല്ലേ ഈ ചിന്താഗതികൾ ഉണ്ടായത്? ദൈവത്തോട് അകന്നിരിക്കുന്നതുകൊണ്ടല്ലേ ഈ വിചാരങ്ങളും എല്ലാ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം ഉണ്ടായത്? അവസാനം ഒരു കാര്യം അദ്ദേഹം സമ്മതിച്ചു, ദൈവസന്നിധിയിൽ അടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ ആഹാബിനെ, ഇദ്ദേഹത്തെ പോലെ ആസാഫിനെ പോലെ, സ്തോത്രം, അല്ലെ, ഈ പ്രശ്നം വരുമ്പോൾ, തെറ്റിദ്ധാരണകൾ വരുമ്പോൾ, വിചാരങ്ങൾ വരുമ്പോൾ, സംശയങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാൻ ദൈവത്തോടൊന്ന് അടുത്താൽ ഇതെല്ലാം മാറും. യഥാർത്ഥമായ ക്ഷമ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തോട് അടുക്കുമ്പോഴാണ്. തെറ്റിദ്ധാരണകൾക്ക് പരിഹാരം വരുന്നത് ദൈവത്തോട് അടുക്കുമ്പോഴാണ്. നമുക്ക് പലപ്പോഴും ക്ഷമിക്കാൻ കഴിയത്തില്ല. ആ ആകുലതകളും പരിഭവങ്ങളും സംശയങ്ങളും ഇതൊക്കെ നമ്മെ അങ്ങ് പുതിയ കാരണം മറ്റൊന്നുമല്ല, ഈ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം തന്നെയായത്. ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന തോറും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വെൻ യു ഡ്രോ നിയർ ടു ദ ഗാഡ്, ക്ലോസ് ടു ദ ഗാഡ്, ഇതെല്ലാം മാറും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറയുക, ദൈവത്തോട് എനിക്ക് അടുത്തിരിക്കുന്നത് നല്ലത്. രണ്ടു കാര്യം കൂടെ പറയാം. അടുത്ത കാര്യം, ക്ലോസ് ടു ഗാഡ് ഗീവ് us സ്ട്രെങ്ത് ടു റെസിസ്റ്റ് ദ എനിമി. ശത്രുവിനെ നേരിടുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തോട് അടുക്കുമ്പോഴാണ്. അതാ യാക്കോബ് അപ്പോസ്തലൻ 4:8 പറഞ്ഞിരിക്കുന്നത് എന്താ? ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഉണ്ടോ? എന്നിട്ട് താഴോട് പറഞ്ഞതിൽ അതിൻ്റെ ശത്രുവിനോട് ഇത് വാക്യമാ, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ ആരുടെ ജീവിതത്തിലാ? ദൈവത്തോട് അടുക്കുന്നവരുടെ മുന്നിൽ ആർക്ക് നിൽക്കാൻ കഴിയത്തില്ലെന്നാ? പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തോട് അടുക്കുന്നവർക്കേ ശത്രുവിനോട് എതിർക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശത്രുവിനോട് എതിർക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുക്കുക. ഇഫ് യു ആർ ക്ലോസ് ടു ദ ഗോഡ്, യു ക്യാൻ ഓവർകം ദ ടെംപ്റ്റേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ സകല, ഹല്ലേലൂയ, കാരണം ദ ടെംപ്റ്റേഷൻ ലൂസ് ഇറ്റ്സ് പവർ വെൻ വി ഡ്രോ ടു ദ ക്ലോസ് ടു ദ ഗോഡ്. ദൈവത്തോട് അടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആ പാപത്തിൻ്റെ കെട്ടുകളൊക്കെ പൊട്ടും. സ്തോത്രം. മാത്രമല്ല, പിശാചിന് നമ്മുടെ മുന്നിൽ നിൽക്കാൻ കഴിയത്തില്ല. ദൈവസന്നിധി അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് അടുത്ത് വരുവീൻ, ശത്രുവിനോട്, വാക്യം എങ്ങനെ പറഞ്ഞേ? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുക്കുന്നവന്റെ മുന്നിൽ പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. ഒരു പ്രതികൂല മണ്ഡലത്തിനും ദൈവത്തോട് അടുക്കുന്നവന്റെ മുന്നിൽ നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നാം ദൈവത്തോട് അടുത്ത് നിന്നാൽ ഏത് വെല്ലുവിളികൾക്കും നമ്മുടെ മുന്നിൽ നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുന്നവരെ ഒരു നാളും കൈവിടാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. യോഹന്നാൻ സുവിശേഷം 6:37 വാക്യം കൂടെ വായിച്ചു. എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ആരെല്ലാം കൈവിട്ടാലും കർത്താവ് വരുന്ന വാഗ്ദാനം, എൻ്റെ അരികെ വന്നാൽ I will never leave you and forsake you. ഇന്ന് പകൽക്കാലം നമ്മെ കൈവിടാതിരിക്കുന്ന ഒറ്റ ഒരുവനേ ഉള്ളൂ. ലോകത്തിലെ ആരുടെ അരികെ പോയാലും ഒരു സാഹചര്യം വരുമ്പോൾ അവൻ നിന്നെ കാലുവാരും, മാറി നിൽക്കും, തള്ളിപ്പറയും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നീ ദൈവത്തിൻ്റെ അരികിലേക്ക് വന്നാലുണ്ടല്ലോ, അവൻ ഒരു നാളും നിന്നെ തള്ളിക്കളയത്തില്ല, അവൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അരികിലേക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്നോട് അടുത്ത് വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. യഥാർത്ഥമായി ദൈവത്തോട് അടുക്കുന്നവനെ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ, ഹല്ലേലൂയ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയോടെ യഹോവയുടെ അടുത്ത് വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കും.